പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുരിശിൽ കിടക്കുന്ന ക്രിസ്തു തോറ്റവനാണെന്നാണ് ലോകം വിധി എഴുതിയത്. പക്ഷെ അറിയണം, കുരിശിന്മേൽ കിടക്കുന്ന ക്രൂശിതനായ ക്രിസ്തു മരണത്തെ ജയിച്ചവനാണ്, ലോകത്തെ ജയിച്ചവനാണ്. മരണത്തെ തോൽപ്പിച്ച് ഉദ്ധാനത്തിലൂടെ നമ്മളെയും ജീവിപ്പിച്ചവനാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം അതാണ്. നീതിമാന്മാരുടെ ആത്മാവ് ദൈവകരങ്ങളിലാണ്, ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചതായി ഭോഷന്മാർ കരുതി അവരുടെ മരണം പീഡനമായും നമ്മിൽ നിന്നുള്ള വേർപാട് നാശമായും അവർ കണക്കാക്കി അവരാവട്ടെ ശാന്തി അനുഭവിക്കുന്നു. ഈ നവംബർ മാസത്തിൽ ഇതുപോലെ മനസ്സിന് കുളിർമ തരുന്ന വചനഭാഗം വേറെ എന്താവുള്ളേ? മരിച്ചവരെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുന്ന, അവർ ചെയ്ത തെറ്റുകളെ ഓർത്ത് കർത്താവ് അവരെ ശിക്ഷിക്കുമോ എന്ന് ആകുലപ്പെട്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആരാണ് ഈ മരിച്ചവരെയൊക്കെ ദർശനത്തിൽ കാണുമ്പോൾ അവർ വല്ലാതെ പീഡ അനുഭവിച്ചവരായി കണ്ടിട്ടുള്ളത്? ദ ക്രിസ്മസ് കാരോൾ എന്ന് പറയുന്ന ചാൾസ് ഡിക്കൻസിൻ്റെ നോവലിൽ സ്ക്രൂജിൻ്റെ കൂട്ടുകാരനായ മോർലി ആള് മാത്രം, അങ്ങനെ കഥകളിൽ മാത്രം നമ്മളിങ്ങനെ മരിച്ച ആത്മാക്കൾ പീഡ അനുഭവിക്കുന്നവരായും ഭാരം വഹിക്കുന്നവരായൊക്കെ കണ്ടിട്ടുള്ളൂ. നേരെ മറിച്ച് നമ്മളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരെ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളത്, അവർ ദൈവത്തിൻ്റെ മടിയിലിരിക്കുന്നവരായിട്ടാണ്, വലിയ ശാന്തി അനുഭവിക്കുന്നവരായിട്ടാണ്, വലിയ പ്രകാശത്തിൽ നിൽക്കുന്നവരായിട്ടാണ്. ശരിക്കും അതങ്ങനെ തന്നെയാണെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നീതിമാന്മാരുടെ ആത്മാവ് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഞങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് പറഞ്ഞ് ജീവിച്ചിട്ടുള്ള, കടമ ചെയ്ത് ജീവിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും ഈ ശാന്തിയിലേക്കാണ് പ്രവേശിക്കുന്നതെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തും. സുവിശേഷത്തിലെ കർത്താവ് നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യം ഇതാണ്. അതിനാൽ നിങ്ങളും എല്ലാം കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ ദാസന്മാരാണ്, ഞങ്ങളുടെ കടമ നിർവഹിച്ചതേയുള്ളൂ, ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, ഞങ്ങൾ കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. ഇങ്ങനെ സ്വയം താഴ്ത്തി ഈ ലോകത്ത് യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളും പൂർത്തിയാക്കി ഒരാൾ പ്രവേശിക്കുന്നത് നിത്യമായ ശാന്തിയിലേക്കാണ്. മനുഷ്യർ ഈ ലോകത്തായിരിക്കുമ്പോൾ വിചാരിക്കുന്നുണ്ട് ഇയാൾ വലിയ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നു, അയാൾക്ക് ബുദ്ധിമുട്ടുകളായിരിക്കും, അയാൾ പീഡകൾ അനുഭവിക്കുന്നുണ്ടാവും. ഇതൊക്കെ പറയുമ്പോഴും അവർ ശാന്തമായി ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുന്നുണ്ട്. ജോബിൻ്റെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: വിളഞ്ഞ ധാന്യക്കറ്റ യഥാകാലം മെതിക്കളത്തിൽ എത്തിച്ചേരുന്നത് പോലെ പൂർണ്ണ വാർദ്ധക്യത്തിൽ നീ ശവകുടീരത്തെ പ്രാപിക്കും. വിളഞ്ഞ ധാന്യക്കറ്റയ്ക്ക് ഇനി എത്തിച്ചേരാനുള്ളത് അത് മെതിക്കളത്തിലേക്ക് തന്നെയാണ്. അത് നമ്മൾ വിചാരിക്കണത് ഇത് വെട്ടിമാറ്റപ്പെടുന്നതും അത് ചെന്ന് മെതിക്കപ്പെടുന്നതുമൊക്കെ ഇതിന് പീഡകളായിട്ടാണ്. പക്ഷേ അതിൻ്റെ നിയോഗം അതാണ്. അതിന് ശേഷമാണ് വിത്തായി മാറുന്നത്, ഭക്ഷണമായി മാറുന്നത്. ഇങ്ങനെ തന്നെ ഒരാത്മാവ് തൻ്റെ എല്ലാ നിയോഗങ്ങളും പൂർത്തിയാക്കി തനിക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഇടങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ, കുറച്ചുകൂടിയൊക്കെ വിശുദ്ധീകരിക്കപ്പെടാൻ ശുദ്ധീകരണ സ്ഥലത്തിലൂടെ കടന്നു പോകുമ്പോൾ അത് പീഡയായിട്ട് പരിഗണിക്കേണ്ട എന്ന് വചനം ഓർമ്മപ്പെടുത്തും. അവരുടെ ആത്മാവ് ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, ദൈവത്തിൻ്റെ കരങ്ങളിൽ. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഒറ്റയ്ക്ക് വരാൻ പറയുമെന്നല്ല പറയണേ, വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. കാരണം ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കണം. ദൈവത്തിൻ്റെ കരം പിടിച്ച് നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഒരിടത്തേക്ക് ഈ ലോകത്തിലെ എല്ലാ നിയോഗങ്ങളും പൂർത്തിയാക്കിയ ഒരാൾ മടങ്ങിപ്പോകുമ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കണേ? അയാൾക്ക് വേണ്ടത് നമ്മുടെ കണ്ണീരല്ല, പ്രാർത്ഥനയാണെന്ന് പലതവണ ഈ നവംബർ മാസത്തിൽ നമ്മൾ പറഞ്ഞു വെച്ചതാണ്. പ്രാർത്ഥനയുടെ ബലം കൊടുത്ത് യാത്രയാക്കുക, അവരവിടെ നിത്യമായ ശാന്തിയിലേക്ക് പ്രവേശിക്കട്ടെ എന്ന്. അവരെ ഓർത്ത് ഇവിടെ സങ്കടപ്പെടാതിരിക്കുക, അവർ കർത്താവിനോടൊത്ത് ഇങ്ങനെ സ്വസ്ഥതയിലാണെന്ന്. ഈ ഒരു ചിന്തയോടും ഈ ഒരു ബോധ്യത്തോടും തെളിച്ചത്തോടും കൂടിയൊക്കെ നമുക്കൊന്ന് ആശ്വസിക്കാൻ ശ്രമിക്കണം മരിച്ചവരെ കുറിച്ചിട്ട്. ഇപ്പോഴും എത്രയോ കാലങ്ങളായി, മകൻ മരിച്ചതിൻ്റെ പേരിൽ 17 വർഷങ്ങളായി
വീട് പോലും തുറക്കാതെ ഭക്ഷണം മേടിക്കാൻ ഭർത്താവ് മാത്രം പുറത്തുപോയി വരുന്ന ഒരു വീടിനെ കുറിച്ചുള്ളൊരു ഓർമ്മയുണ്ട്. പിന്നീട് ജീസസ് യൂത്തുകാരൊക്കെ ആയിട്ട് പോയിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അവരിങ്ങനെ പതിയെ പെട്ടെന്നൊന്നും ആയിരുന്നില്ല, ഏതാണ്ട് 1 വർഷത്തോളം നീണ്ടൊരു പ്രോസസ്സിലേക്ക് ചെറുപ്പം മക്കൾ അവരുടെ കൂടെ ഇരുന്ന് എല്ലാ ദിവസങ്ങളിലും എന്ന പോലെ പോയിരുന്ന് പ്രാർത്ഥിച്ച് അവരുടെ ഉള്ളിലേക്ക് പ്രത്യാശ നിറയ്ക്കുന്നത് കണ്ടായിരുന്നു. മകൻ അവിടെ സ്വസ്ഥമായിട്ട് ഈശോയുടെ കൂടെയാണെന്നുള്ള ഉറപ്പ് അയാൾക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് പിന്നീട് അയാൾ ഇവിടെ സ്വസ്ഥമാകുന്നത്. നീതിമാന്മാരുടെ ആത്മാക്കൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഒരു ഉപദ്രവവും അവരെ സ്പർശിക്കുകയില്ല. അവർ മരിച്ചതായി ഭോഷന്മാർ കരുതി, എന്നാൽ അവർ ദൈവത്തിൻ്റെ കരങ്ങളിൽ ശാന്തി അനുഭവിക്കുന്നു. കർത്താവ്, ഈ മരണമാസത്തിൽ ഈ ഒരു വലിയ തെളിച്ചം ഞങ്ങൾക്ക് തരണമേ എന്ന്. മരിച്ചവരെ കുറിച്ച് ഓർത്ത് കണ്ണീരൊഴുക്കിയിരിക്കാതെ എല്ലാ ദിവസങ്ങളിലും എന്ന കണക്ക് പ്രാർത്ഥനയുടെ ബലം കൊടുത്ത് അങ്ങൊരുക്കിയിരിക്കുന്ന ശാന്തിയിലേക്ക്, ജീവിതത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് മടങ്ങിപ്പോകാൻ അവർക്ക് കൃപ കൊടുക്കണമേ എന്ന്, ഞങ്ങൾക്ക് അതിനുള്ള തെളിച്ചം തരണമേ എന്ന്. അവർ മടങ്ങി വരുന്നത് അങ്ങിലേക്കാണെന്നുള്ള വലിയ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്കും തെളിച്ചം തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ പ്രത്യാശ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കാനായി കരം കൂപ്പി ശിരസ് നമിച്ച് അവിടുത്തെ ആശീർവാദത്തിനായിട്ട് നമുക്ക് പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സിമിത്തേരി എന്ന വാക്കിൻ്റെ അർത്ഥം സിമിട്രി, എ പ്ലേസ് ടു റെസ്റ്റ് എന്നുള്ളതാണ്. എല്ലാ ഓട്ടപ്പാച്ചിലുകൾക്കും അലച്ചിലുകൾക്കും ശേഷം ഒരു മനുഷ്യൻ സ്വസ്ഥമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ വിശ്രമിക്കുന്ന ഇടത്തിന് പറയുന്ന പേര് സിമിത്തേരി. ഈ നവംബർ മാസത്തിൽ അവിടെ ചെന്ന് കണ്ണീരുകൊണ്ട് അവരുടെ ഉറക്കത്തെ, വിശ്രമത്തെ തടസ്സപ്പെടുത്തരുത്, ഭംഗം വരുത്തരുത്. പ്രാർത്ഥനയുടെ ബലം കൊടുത്ത് അവർ കുറച്ചുകൂടെ ദൈവത്തോടടുത്തിങ്ങനെ ചേർന്ന് ശാന്തിയിലേക്ക് പ്രവേശിക്കാൻ, സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് കരുത്ത് കൊടുത്തുകൊണ്ടിരിക്കുക. സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.